കോട്ടയത്തെ ഒരു പരിപാവനമായ ഒരു പുണ്യ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളിലാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വനവാസകാലത്ത് ശ്രീരാമ സഹോദരൻ ഭരതസ്വാമിയുടെ കാൽപാദം പതിഞ്ഞ പുണ്യഭൂമിയാണ് കോട്ടയം ജില്ലയിലെ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്ര സന്നിധി. ഈ പുണ്യപുരാതന ക്ഷേത്രത്തിന് 1500 വർഷത്തിലധികം പഴക്കമുണ്ട്. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. രാമപുരത്തു നിന്നും തുടങ്ങുന്ന കോട്ടയത്തെ നാലമ്പല യാത്ര രാമപുരത്തെത്തി ശ്രീരാമ ഭഗവാനെ ദർശിച്ചു. കുടപ്പുലം ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം നേടി. ഇനി അമനക്കര ശ്രീ ഭരതസ്വാമി ദർശനം. കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളിൽ മൂന്നാമത് ക്ഷേത്രമാണ് അമനക്കര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മാറിയാണ് ഭരതസ്വാമി ക്ഷേത്ര സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഭരതക്കര ലോപിച്ച് അമനക്കരയായി എന്നാണ് വിശ്വാസം. വനവാസകാലം ഭരതലക്ഷ്മണ ശത്രുഘ്നന്മാർ ജ്യേഷ്ഠൻ ശ്രീരാമനെ തേടിയിറങ്ങി. കോട്ടയത്ത് നാലമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെച്ച് ശ്രീരാമ ഭഗവാനെ സഹോദരന്മാർ കണ്ടുമുട്ടി. ജ്യേഷ്ഠന്റെ സാമീപ്യം ആഗ്രഹിച്ച സഹോദരന്മാരോട് തന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വാസസ്ഥലം തിരഞ്ഞെടുക്കാൻ ശ്രീരാമ ഭഗവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ശ്രീ ഭരതസ്വാമി വസിച്ച പ്രദേശമാണ് അമനകര എന്നാണ് വിശ്വാസം. ഭരതക്കര അമനക്കരയായെന്നും പറയപ്പെടുന്നു. കുന്നുകൾക്കിടയിൽ പ്രകൃതി മനോഹരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തോട് ചേർന്ന് അതീവ പ്രാധാന്യത്തോടെ ശിവഭഗവാൻ കുടികൊള്ളുന്നു. ശ്രീ ഗണപതി, ശ്രീ നാഗരാജാവ്, യക്ഷി എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശംഖ് സമർപ്പണവും ശംഖ് പൂജയും ക്ഷേത്രത്തിൽ ദേവന്റെ ഇഷ്ട വഴിപാടുകളായി ഭക്തർ നടത്തിവരുന്നു. ഒപ്പം മീനൂട്ടും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. രാമായണ മാസത്തിൽ നാടിന്റെ നാനാദിക്കിൽ നിന്നും നിരവധി ഭക്തരാണ് ശ്രീ ഭരതസ്വാമിയുടെ അനുഗ്രഹം തേടി നാലമ്പല ദർശന പുണ്യമായി അമനക്കര ശ്രീ ഭരതസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. 1000 ദാനങ്ങളേക്കാൾ ശ്രേഷ്ഠമായ അന്നദാനത്തിൽ യഥാശക്തി സമർപ്പിച്ചും അന്നദാനം സ്വീകരിച്ചും സുഹൃത്തുക്കളാകുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് ഓരോ നാലമ്പല തീർത്ഥാടന കാലത്തും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിനായ തീർത്ഥാടകരാണ് രാമപുരത്തെ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മേടമാസത്തിലെ അനിഴത്തിൽ കൊടികയറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവം. ദശരഥപുത്ര ഭഗവാന്മാരുടെ ദർശനത്തിനായുള്ള നാലമ്പല യാത്ര തുടരുകയാണ്. ഭരതസ്വാമിയുടെ സന്നിധിയിൽ നിന്നും ഇനി ശത്രുഘ്നസ്വാമി ദർശനത്തിനായുള്ള യാത്ര. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.